ഓം ശാന്തി. ഗീതാ രാജയോഗ ശിബിരത്തിൻ്റെ ആദ്യ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത ഭാരതത്തിലെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ സർവശ്രേഷ്ഠമായ സ്ഥാനത്താണ് ഇരിക്കുന്നത്. ഗീതയെ സർവശാസ്ത്ര ശിരോമണി എന്ന് പറയും. ഭാരതം എല്ലാ കാലത്തും പുണ്യപുരുഷന്മാരെ കൊണ്ടും മഹർഷിമാരെ കൊണ്ടും ജ്ഞാന പ്രവാഹം കൊണ്ടും സമ്പുഷ്ടമായ ഭൂമിയാണ്. ഭാരതത്തിലാണ് എല്ലാ ആശയങ്ങളുടെയും ആദ്യ ആവിഷ്കാരം ഉണ്ടായിട്ടുള്ളത്. ഗീത എന്ന മഹത് ഗ്രന്ഥവും ഭാരതത്തിൻ്റെ സ്വന്തം ഗ്രന്ഥമാണ്. എന്നാൽ ഇത് ലോകജനതയ്ക്ക് മുഴുവൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ശ്രീമദ് ഭഗവത്ഗീത എന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ മാത്രം വിശേഷതയാണ് മനുഷ്യൻ്റെ അതിസങ്കീർണമായ പ്രശ്നങ്ങൾക്കുള്ള വളരെ മനഃശാസ്ത്രപരമായ ഉത്തരങ്ങൾ നൽകുന്നു എന്നത്. ഇത് ഗീതയിൽ മാത്രം കാണാവുന്നതാണ്. മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആശങ്കാകുലനായ ഒരു വ്യക്തിയെ കർമ്മധീരനായി മാറ്റുന്നതിനു വേണ്ടി ഭഗവാൻ പരിശ്രമിക്കുകയാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത എന്തിനാണ്? ഇതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. നമ്മൾ ഈ പരമ്പരയിൽ ഗീതാ ശ്ലോകങ്ങളെ ഓരോരോന്നായി പഠിച്ച് വ്യാഖ്യാനിച്ച് അതിൻ്റെ ഭാവാർത്ഥവും എല്ലാം പറയുന്ന ഒരു രീതിയല്ല അവലംബിക്കുന്നത്. പകരം ഗീതയെ തന്നെ ഒന്ന് പഠിക്കുകയാണ്. ഭഗവത്ഗീത എന്തിനാണ്? ഇതാണ് നമ്മുടെ ആദ്യത്തെ വിഷയം. ഭഗവത്ഗീത ഒരുപാട് പേര് വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഗീത ചൊല്ലൽ മത്സരം, ഗീത ഹൃദിസ്ഥമാക്കിക്കൊണ്ടുള്ള ഒരുപാട് ശീലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആളുകൾ. ഇങ്ങനെ ഗീതയെ ഒരുപാട് തരത്തിൽ മനുഷ്യരുപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഗീത എന്ത് ഉദ്ദേശിച്ച് രചിച്ച ഗ്രന്ഥമാണ്? ഭഗവാൻ മനുഷ്യന് നൽകിയ ഉപദേശ സാരാമൃതം ആണ് ഗീതയിൽ അടങ്ങിയിരിക്കുന്നത്. പരമാത്മാ ജീവാത്മാവിന് നൽകിയ ഉപദേശ സാരാമൃതമാണ്. അവിടെ പരമാത്മാ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ഭഗവത്ഗീത കൊണ്ട് നമുക്ക് എന്ത് ലാഭമുണ്ടാകണം എന്നാണ് ഭഗവാന്റെ ഉദ്ദേശം. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഭൗതികതയെ ആധാരമാക്കി ജീവിക്കുന്ന മനുഷ്യനെ, ഭൗതികമായ ആധാരമാണ് എൻ്റെ സർവസ്വ ആധാരം എന്ന് തെറ്റിദ്ധരിച്ചു ജീവിക്കുന്ന മനുഷ്യനെ, ഇങ്ങനെയുള്ള ഉത്കണ്ഠാകുലനായ മനുഷ്യനെ ആത്മീയതയുടെ ആധാരത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുകയാണ് ശ്രീമദ് ഭഗവത്ഗീത. ഉത്കണ്ഠാകുലനായ മനുഷ്യ മനസ്സിനെ ഉണർത്തിയെടുത്ത് അവിദ്യയിൽ നിന്ന് പരമമായ ജ്ഞാനത്തിന്റെ വൈഭവത്തിലേക്ക് ഉയർത്തുകയാണ് ശ്രീമദ് ഭഗവത്ഗീത ചെയ്യുന്നത്. മനുഷ്യരിന്ന് അവനവന്റെ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും പലതിനെയും ആശ്രയിച്ചാക്കി വെച്ചിരിക്കുകയാണ്. അവരുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്, ഇവരിവിടെ ഇല്ലെങ്കിൽ എനിക്ക് സന്തോഷമാണ്, ആ സാധനം ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്, ഈ സാധനം ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ എനിക്ക് സന്തോഷമാകും. ഇങ്ങനെ സന്തോഷം ഭൗതികമായ പലതിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഗതിയെ നിർണയിക്കുന്നത് ഒന്നുകിൽ മറ്റു ചില വ്യക്തികൾ, അല്ലെങ്കിൽ മറ്റു ചില വസ്തുക്കൾ. നമ്മുടെ കയ്യിലല്ല നിയന്ത്രണം. റിമോട്ട് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്ത് ജീവിക്കുകയാണ് നമ്മൾ. ഗീത നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നമ്മുടെ കയ്യിലെടുക്കുക, ജീവിതത്തിന്റെ ഉത്തരവാദിത്തവും സ്വയം ഏറ്റെടുക്കുക, തന്റെ സന്തോഷത്തിനും സങ്കടത്തിനുമുള്ള ഉത്തരവാദി താൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്തുവാൻ തയ്യാറാവുക. പരിതസ്ഥിതികളെ തിരുത്താതെ, കൂടെയുള്ളവരെ തിരുത്താതെ, സ്വയം തിരുത്തി കാണിക്കുവാനുള്ള വ്യഗ്രത ഉള്ള വ്യക്തികളെ വാർത്തെടുക്കുകയാണ് ഗീത ഉദ്ദേശിക്കുന്നത്. ഗീത ശരിക്കും പഠിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് ഒന്നിനെയും കണ്ട് പരിഭവം പറയാൻ തോന്നില്ല, ഒന്നിലും പരാതി പറയാനില്ല. ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ്. എൻ്റെ കാഴ്ചപ്പാടിനെയാണ് ഞാൻ മാറ്റേണ്ടത്. ഞാൻ പല നിറത്തിലുള്ള കണ്ണടകളിലൂടെ നോക്കുന്നത് കൊണ്ട് എനിക്കിത് പലതരത്തിൽ തോന്നുകയാണ്. ഞാനൊരു ക്ലിയർ ഗ്ലാസ്സിലൂടെ നോക്കിയാൽ, നിഷ്പക്ഷമായിട്ട് വീക്ഷിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സാരമില്ല, എല്ലാം എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, ഞാൻ തന്നെയാണ് എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ശ്രീമദ് ഭഗവത്ഗീത
ആശങ്കാകുലമായ നമ്മുടെ മനസ്സിനെ ആത്യന്തികമായി ഒരു പരിവർത്തനത്തിലേക്ക് നയിക്കുന്ന ഒരു മഹത് ഗ്രന്ഥമാണ്. ഈ മഹത് ഗ്രന്ഥം നമ്മുടെ സർവ്വ ദുഃഖങ്ങൾക്കും പരിഹാരം തന്നെയാണ്. സർവ്വ ദുഃഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന ഒരു സിദ്ധ ഔഷധമാണ് ഗീത. ഗീതയുടെ മാഹാത്മ്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ഗീത എന്ന് പറയുന്ന ഈ ജ്ഞാനം സ്നാനം ചെയ്യുന്നവർ, ഗീതാജ്ഞാനത്തെ സ്നാനം ചെയ്യുന്നവർ ഈ ലോകത്തിൽ നിന്ന് ബാധിക്കുന്ന അഴുക്കുകളെ കഴുകിക്കളയാൻ പ്രാപ്തരാകും. ശരീരത്തിന് എങ്ങനെയാണോ അഴുക്ക് പറ്റുമ്പോൾ നമ്മൾ കുളിക്കുന്നത്, ശരീരത്തിന്റെ അഴുക്ക് കഴുകിക്കളയാൻ നമ്മൾ കുളിക്കുന്നു. ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നദികളിൽ എവിടെയെങ്കിലും നമ്മൾ കുളിച്ച് ശരീരത്തിന്റെ അഴുക്കിനെ മാറ്റിയെടുക്കുന്നു. ഇതുപോലെ മനസ്സിന്റെ അഴുക്കിനെ മാറ്റിയെടുക്കാനുള്ള സ്നാനം ജ്ഞാനം കൊണ്ടാണ് ചെയ്യേണ്ടത്. ജ്ഞാനസ്നാനത്തിലൂടെയാണ് മനോമാലിന്യങ്ങൾ, സംസാരമലങ്ങൾ എന്ന് വെച്ചാൽ ഈ ലോകത്തുനിന്ന് നമ്മുടെ മനസ്സിലേക്ക് പറ്റുന്നതായിട്ടുള്ള അഴുക്കുകൾ, ഇതെല്ലാം നശിച്ചു പോകുന്നത് ഗീതാജ്ഞാന സ്നാനത്തിലൂടെയാണ്. അപ്പോൾ ഈ ഗീതാജ്ഞാനം നമ്മൾ സ്നാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതെയാകുന്നു. അതായത് ദുഃഖം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതെയാകുന്നു എന്നല്ല അർത്ഥം. സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകാം, ഇല്ലാതെയാകാം, പക്ഷെ അതൊന്നും നമ്മളെ ദുഃഖിപ്പിക്കുന്നില്ല. ആ ദുഃഖിപ്പിക്കുക എന്ന് പറയുന്ന ആ പരിപാടി അവിടെ നിൽക്കും. കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നാൽ പോലും, ഇപ്പൊ നടക്കുന്ന പോലെ ആണെങ്കിലും, ഇതിനേക്കാൾ തീവ്രമായ അനുഭവങ്ങൾ ഉണ്ടായാലും, ഇനി അത് വളരെ നല്ല അനുഭവങ്ങളായി മാറിയാലും ശരി, നമ്മുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന ആ പരിപാടി നമ്മൾ നിർത്തും. ഇതാണ് ഗീത നമുക്ക് തരുന്ന വാഗ്ദാനം. ഗീതാ സ്നാനത്തിലൂടെ അതാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഗീതയെ ശരിക്ക് നമ്മൾ മനസ്സിലാക്കണം. 2 തരത്തിലുള്ള മനുഷ്യരുണ്ടെന്നാണ് പറയുന്നത്. ഇതിലെ ഈ 2 പേരെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിൽ ആർക്കാണ് ഗീത ആവശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 2 തരം മനുഷ്യരെ ഭഗവാൻ ഗീതയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അതിലൊരു തരം മനുഷ്യർ ദുഃഖം തന്റെ വിധിയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ വിചാരിച്ച് തെറ്റിദ്ധരിച്ച് ഇതെനിക്കൊന്നും മാറ്റാൻ കഴിയില്ല, ഇത് ഭഗവാൻ വിധിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇനി എൻ്റെ ഏതോ പിതൃക്കന്മാരോ പിതാമഹന്മാരോ ചെയ്ത പാപത്തിന്റെ ഫലം എനിക്ക് വന്നു ചേർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ സർപ്പദോഷം കൊണ്ടുണ്ടായതാണ്, അല്ലെങ്കിൽ എൻ്റെ ജാതകം ഇങ്ങനെ ആയതുകൊണ്ടാണ്, ഇതൊന്നും മാറ്റാൻ പറ്റില്ല എന്ന വിശ്വാസത്തിൽ ദുഃഖത്തെ വിഴുങ്ങി ദുഃഖമാകുന്ന അഗ്നിയിൽ സ്വയം കത്തി അമരുന്ന ജീവിതങ്ങൾ, ദുഃഖത്തിനെ പഴിച്ച് അത് സഹിക്കുന്നില്ല, ശരിക്കും അതിൽ അമർന്നു തീരുകയാണ് ജീവിതം. ഇങ്ങനെ ദുഃഖിച്ച് ദുഃഖത്തിന്റെ വഴിയിൽ സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതാണ് ഭഗവാൻ പറയുന്ന ഒരു വശത്തുള്ള മനുഷ്യർ. ഇനി മറ്റൊരു വിഭാഗം എങ്ങനെയുള്ളവരാണ്? ദുഃഖമുണ്ടാകുന്ന സമയത്ത് എനിക്ക് എന്തുകൊണ്ട് ഈ ദുഃഖമുണ്ടാകുന്നു, എന്താണ് ഇതിന് കാരണം, ഇതെങ്ങനെ ഈ കാരണത്തെ നിവാരണം ചെയ്യാം, ഇത് കണ്ടുപിടിക്കുവാനും അതിനുള്ള പരിഹാരം തേടുവാനും വ്യഗ്രത കാണിക്കുന്നവർ. ഇതാണ് 2ാമത്തെ കൂട്ടർ. ദുഃഖം വരുമ്പോൾ ദുഃഖിച്ചിരിക്കുകയല്ല അവർ ചെയ്യുക, ദുഃഖത്തെ പഴിക്കുകയല്ല ചെയ്യുക, ദുഃഖത്തെ മാറ്റുകയല്ല ചെയ്യുക, അല്ലെങ്കിൽ ദുഃഖത്തെ മറക്കാനുള്ള മറ്റു വഴികൾ കണ്ടെത്തുകയല്ല ചെയ്യുക. ദുഃഖത്തിനുള്ള കാരണഹേതുവായ ഏതൊന്നുണ്ടോ അതിനെ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ പരിവർത്തനം ചെയ്യുക. ഇതിനു വേണ്ടി ഇതറിയില്ല ഇതെങ്ങനെ ചെയ്യണമെന്ന്, പക്ഷെ അത് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടരുണ്ട്. അവർക്കാണ് ഗീത ഉപദേശിക്കേണ്ടത്. അക്കൂട്ടർക്ക് മാത്രമേ ഗീത ഉപദേശിച്ചിട്ട് പ്രയോജനമുള്ളൂ എന്നാണ് പറയുന്നത്. അവർക്ക് ഗീത തീർച്ചയായും ദുഃഖമോചനം നൽകും. കാരണം അവർ ഇങ്ങനെ ഒരു കാര്യം തേടുകയാണ്. എവിടെ നിന്ന് കിട്ടും? ആ പ്രതിവിധിയാണ് ഗീതയിലുള്ളത്. അപ്പൊ പ്രതിവിധി അന്വേഷിക്കുന്നവന് മാത്രമേ നമ്മൾ ഇത് ഉപദേശിക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് പറയുന്നത് ഭഗവാൻ. കടലിൽ മുങ്ങി മരിച്ച ഒരാളെ നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റില്ല. കാരണം പിന്നെ നമ്മൾ രക്ഷപ്പെടുത്തുന്നത് ജഡത്തെയാണല്ലോ. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെയാണ് രക്ഷപ്പെടുത്താൻ പറ്റുക. കരയിലേക്ക് വരണം, എനിക്കിതിൽ നിന്ന് മുക്തമാകണം എന്ന ആഗ്രഹത്തോടെ അതിൽ ആ തിരമാലകളെ അതിജീവിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നമുക്ക് വേണമെങ്കിൽ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാം. പോയി മരിച്ചു കഴിഞ്ഞു, പിന്നെ നമ്മൾ രക്ഷപ്പെടുത്തലില്ലല്ലോ. അവിടെ പിന്നെ കിട്ടുന്ന ജഡമാണ്, രക്ഷയല്ലാതെ. അപ്പോൾ ഇതുകൊണ്ട് ഈ കൂട്ടർക്ക് രക്ഷ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ദുഃഖത്തെ അങ്ങോട്ട് പഴിച്ച് ജീവിതം നശിപ്പിച്ചു കളയുന്നവർക്ക് ഒരു തരി പ്രതീക്ഷ ഉണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള വക ഗീത നൽകുന്നുണ്ട്, ഉറപ്പ്. ഗീതയിൽ നമുക്ക് വീണ്ടും 2 വിഭാഗങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. അവരാണ് പാണ്ഡവരും കൗരവരും.
പാണ്ഡവ കൗരവന്മാരെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കണം. ആരാണ് പാണ്ഡവന്മാർ, ആരാണ് കൗരവന്മാർ? ഇവരേതോ കാലത്ത് ജീവിച്ചിരുന്ന ഈ ഒരു കുലത്തിലെ ജ്യേഷ്ഠൻ അനുജന്മാരായിരുന്നു എന്ന് വിശ്വസിക്കുന്നതിന് പകരം നമ്മൾ കുറച്ചുകൂടി പ്രായോഗികമായിട്ട് ചിന്തിക്കുക. ഇപ്പോൾ നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ പാണ്ഡവരുമുണ്ട്, കൗരവരുമുണ്ട്. ഇത് ഈ ലക്ഷണങ്ങൾ കൊണ്ട് മനസ്സിലാക്കാവുന്നത്. ആരാണ് പാണ്ഡവന്മാർ? അധികാരവും സമ്പത്തുമൊന്നും കൈവശമില്ലാഞ്ഞിട്ടും സദ്ഗുണങ്ങളെ കൈമുതലായി കാത്തു സൂക്ഷിച്ചിരിക്കുന്നവരാണ് പാണ്ഡവന്മാർ. അവർക്ക് അധികാരം ഉണ്ടാവില്ല, അവരുടെ കയ്യിൽ യാതൊരു പദവികളും ഉണ്ടാവില്ല, സാധാരണമായിരിക്കും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ. അവരൊന്നും ആരുമല്ല. പിന്നെ അവർക്ക് സമ്പത്തില്ല, സമ്പത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, സ്വത്തില്ല അവരുടെ കയ്യിൽ. പക്ഷെ അവരുടെ കയ്യിൽ മറ്റാർക്കുമില്ലാത്ത ഒരു വമ്പിച്ച സ്വത്തുണ്ട്, മൂല്യങ്ങൾ, സദ്ഗുണങ്ങൾ. ഇത് കൈമുതലായി മുറുക്ക പിടിച്ചിരിക്കുന്നവരാണ്. സ്വത്തിനോ പദവിക്കോ വേണ്ടി ഇത് പണയം വയ്ക്കാൻ തയ്യാറല്ലാത്തവർ, ഈ സദ്ഗുണങ്ങളെ പണയം വയ്ക്കാൻ തയ്യാറല്ലാത്തവർ, അവരാണ് പാണ്ഡവന്മാർ. അവർ ഈശ്വരന്റെ പക്ഷത്തുള്ളവരാണ്, ഈശ്വരനോടൊപ്പം നിൽക്കുന്നവരായിട്ടാണ് കാണിക്കുന്നത് പാണ്ഡവന്മാർ. ഇനി മറ്റൊരു വിഭാഗമാണ് കൗരവന്മാർ. ഈ കൗരവന്മാരെന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഇതിന്റെ നേരെ തിരിച്ച. അവർക്ക് എല്ലാം ഉണ്ട്, പദവിയുണ്ട്, പ്രശസ്തിയുണ്ട്, പണമുണ്ട്, സ്വത്ത് ആസ്തികളെല്ലാം ഉണ്ട്. പക്ഷേ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് സദ്ഗുണങ്ങളുടെ ശേഖരണമില്ല, ഒക്കെ ദുർഗുണങ്ങളുടെ ശേഖരണമാണ് കയ്യിലുള്ളത്. അതിലൂടെയാണത് നേടിയിരിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് കൗരവന്മാർ. അതുകൊണ്ടാണ് നിങ്ങൾ കൗരവന്മാരുടെ പേര് തന്നെ കേട്ടിട്ടുണ്ടാവും. ദുര്യോധനൻ, ദുശാസനൻ, ഇങ്ങനെയുള്ള പേരുകളാണ്. ഒക്കെ ദുർ എന്ന് വെച്ചാൽ തുടങ്ങുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നത് എന്താ? ദുഷിച്ചതാണ് എല്ലാം അവരുടെ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് ആ പേരുകളിൽ പോലും അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പാണ്ഡവരാരാണ്, കൗരവരാരാണ്? ഇതിപ്പോ നമുക്ക് മനസ്സിലായല്ലോ. ഇനി മറ്റൊരു കാര്യം, ഈ പാണ്ഡവർ കുറച്ചേ ഉണ്ടാവുള്ളൂ, പാണ്ഡവര് കുറച്ചേ ഉള്ളൂ. കൗരവരായിരിക്കും കൂടുതൽ. ധർമ്മപക്ഷത്തു നിൽക്കുന്നവരും ധർമ്മിഷ്ഠരായി ജീവിക്കുന്നവരുമായവർ കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ. കൂടുതലും പേർ എപ്പോഴും അധർമ്മപക്ഷത്തായിരിക്കും. ഇനി ഇതിലെ ഏറ്റവും വലിയൊരു അത്ഭുതം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും കാരണം പിതൃസ്ഥാനീയരും ഗുരുസ്ഥാനീയരും വിവേകശാലികളുമായ ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയവരെല്ലാം കൗരവപക്ഷത്തായിരുന്നു. അവർ പാണ്ഡവരുടെ കൂടെ ചേർന്നില്ല. അവർക്ക് വിവേകമില്ലാഞ്ഞിട്ടല്ല, അവരുടെ സാഹചര്യങ്ങൾ അവരെ അങ്ങനെയാക്കി മാറ്റി. ഇതുപോലെ ഈ കാലഘട്ടത്തിലാകട്ടെ, പാണ്ഡവരും കൗരവരുമുള്ള കാലഘട്ടങ്ങളിലെല്ലാം പ്രഗത്ഭരായ ജ്ഞാനികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർക്ക് പോലും ചില സമ്മർദ്ദങ്ങൾ കാരണത്താൽ കൗരവപക്ഷത്ത് നിൽക്കേണ്ടതായിട്ടും വരാം. ഇതും ഈ മഹാഭാരതത്തിന്റെ ചിത്രീകരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ സർവജ്ഞനായ ഭഗവാൻ സദാ പാണ്ഡവരുടെ കൂടെയാണ്. ഭഗവാൻ എല്ലാം അറിയുന്നു, ത്രികാലജ്ഞാനിയാണ്. അതുകൊണ്ട് ഭഗവാൻ പാണ്ഡവ പക്ഷത്തെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പാണ്ഡവനാണെങ്കിൽ നമ്മളോടൊപ്പം ആരുണ്ടായിരിക്കും? ഭഗവാൻ ഉണ്ടായിരിക്കും. കൗരവനാണ് എങ്കിൽ നമ്മളോടൊപ്പം ഭഗവാൻ ഇല്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ തീരുമാനിക്കണം നമ്മൾ ആരാന്നുള്ളത്. ഗീത നമ്മൾ നമുക്ക് വേണ്ടി പഠിക്കുക. ഗീത ഭഗവാൻ അർജുനന് ഉപദേശിച്ചു, അർജുനൻ പഠിക്കട്ടെ എന്ന് വിചാരിക്കരുത്. ഗീത ജീവാത്മാവിന് വേണ്ടി പരമാത്മാവ് ഉപദേശിച്ചതാണ്. അത് നമ്മൾ ഓരോ ജീവാത്മാക്കളും പഠിക്കേണ്ടതാണ്. മഹാഭാരത കഥയിൽ യുദ്ധത്തിനു മുൻപ് പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും ഓരോ പ്രതിനിധികൾ കൃഷ്ണനെ കാണാൻ പോകുന്നതായിട്ട് ഒരു സന്ദർഭം അവിടെ കാണിക്കുന്നുണ്ട്. ഇതിലും ആ കൗരവത്വവും പാണ്ഡവത്വവും അളക്കാൻ പറ്റും നമുക്ക്. ഇത് സഹായം ചോദിക്കാൻ വേണ്ടി പോവാ, യുദ്ധത്തിലേക്കുള്ള സഹായം ചോദിക്കുവാൻ വേണ്ടി. രണ്ട് ഭാഗം ആയിട്ട് ഭഗവാൻ പറഞ്ഞു, ഒരു ഭാഗത്ത് ഞാൻ, മറുഭാഗത്ത് എന്റെ സർവ്വ സൈന്യ സന്നാഹങ്ങളും. ഇത് ചൂസ് ചെയ്തോളാൻ പറഞ്ഞു, ഇഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞു. ഉടനെ ദുര്യോധനൻ തിരഞ്ഞെടുത്തത് എനിക്ക് അങ്ങയുടെ അക്ഷൗഹിണിപ്പട മതി എന്ന് പറഞ്ഞു. നിരായുധനായ ഞാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ. നിരായുധനായ ഞാൻ, ആയുധമെടുക്കാത്ത ഞാൻ ഒരു വശത്തുണ്ടാവും, മറുഭാഗത്ത് എൻ്റെ എല്ലാ ആയുധങ്ങൾ സഹിതമുള്ള എൻ്റെ അക്ഷൗഹിണിപ്പടകൾ. ആ കൗരവ ബുദ്ധി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ അസ്ത്രമൊന്നും എടുക്കാത്ത ഈ ഒരാളെ കിട്ടിയിട്ട് എന്താ കാര്യം, അതിനേക്കാൾ നല്ലത് ഈ വലിയ പടയല്ലേ, അസ്ത്രങ്ങളെല്ലാം അടങ്ങിയ പട എന്ന് വിചാരിച്ച് അതിനെ തിരഞ്ഞെടുത്തു. എന്നാൽ ഇവിടെ പാണ്ഡവ ബുദ്ധി എങ്ങനെ പ്രവർത്തിച്ചു? ഞങ്ങളുടെ പടയിൽ ഭഗവാൻ ഉണ്ടായാൽ മതി എന്ന് തിരഞ്ഞെടുത്തു.
ഇവിടെ എന്ത് സംഭവിച്ചു? വിജയമാർക്കായിരുന്നു? പാണ്ഡവർക്കായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ ത്രികാലജ്ഞാനിയാണ്. ഭഗവാൻ അറിയാം ഏത് ഭാഗത്താണ് വിജയം എന്ന്. അതുകൊണ്ട് തന്നെ തന്റെ അക്ഷൗഹിണിപ്പട മുഴുവൻ കൊടുത്താലും ശരി, കൗരവർക്ക് തോൽവി നിശ്ചിതമാണെന്ന് ഭഗവാനും അറിയാം. അതുകൊണ്ട് തന്നെ ഭഗവാൻ സ്വയം നിശ്ചിന്തനായി അക്ഷൗഹിണി മുഴുവൻ കൗരവർക്ക് കൊടുത്ത് താൻ സ്വയം പാണ്ഡവപക്ഷത്തിരുന്നു. ഇവിടെയും നമ്മൾ ഈശ്വരനെ ആരാധിക്കുന്നവരിലും ഈ കൗരവത്വവും പാണ്ഡവത്വവും കാണാം. അതെങ്ങനെ കാണാം? ഈശ്വരനെ വേണ്ട, ഈശ്വരനിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ വേണം. ഈ ചിന്താഗതിക്കാരാണ് കൗരവന്മാർ. അവർക്ക് ദൈവത്തിനെ വേണ്ട, ദൈവത്തിൽ നിന്ന് എന്തെല്ലാം കിട്ടുമോ അതൊക്കെ വേണം. തന്റെ കാര്യങ്ങളൊക്കെ സാധിപ്പിക്കുവാൻ ഈശ്വരനെ ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആളെ ആവശ്യമില്ല. ഈ രീതിയിൽ ഈശ്വര ആരാധന കൊണ്ടു നടക്കുന്നവരാണ് കൗരവത്വമുള്ള ഭക്തന്മാർ. പാണ്ഡവത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഭഗവാനെ, എനിക്കൊന്നും വേണ്ട, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചാൽ മതി, എനിക്ക് അങ്ങയെ മതി. ഈ ചിന്താഗതിക്കാരാണ് പാണ്ഡവന്മാർ. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും വിലയിരുത്തൂ, ഞാൻ പാണ്ഡവനാണോ കൗരവനാണോ? എനിക്ക് കൗരവത്വമാണോ കൂടുതൽ, പാണ്ഡവത്വമാണോ കൂടുതൽ? ചിലപ്പോൾ ഇത് കുറച്ചൊക്കെ മിക്സ് ആയിട്ടുണ്ടാവും കേട്ടോ. കുറച്ച് കൗരവത്വവും കുറച്ച് പാണ്ഡവത്വവും ഒക്കെ ഉള്ളവരും ഉണ്ടായിരിക്കാം. പക്ഷെ ഇതിൽ ഏത് ഗണത്തിലേക്ക് എനിക്ക് എന്നെ ചേർത്താൻ പറ്റും എന്നുള്ള ഒരു വിലയിരുത്തൽ ഗീത പഠിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടിയിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ മറ്റൊരു വിഷയം കിടക്കുന്നുണ്ട്. സാധാരണ നമ്മൾ മനുഷ്യർ ഉപദേശിക്കുന്നത് നന്നല്ലാത്തവരെയാണ്. നല്ലവരെ ആരും പിടിച്ച് ഉപദേശിക്കില്ലല്ലോ, അവരെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. നന്നല്ലാത്തവരെയാണ് നമ്മളൊക്കെ ഉപദേശിക്കുക. ഈ ഉപദേശിക്കുക എന്ന് പറയുന്നത് തന്നെ പലരുടെയും ഒരു സംസ്കാരമാണ്. ഒരു ഉപദേശിക്കാൻ കിട്ടുന്ന ചാൻസ് ആരും ഉപേക്ഷിക്കലില്ല. തനിക്ക് എത്ര ക്വാളിറ്റി ഉണ്ടെന്നൊന്നും നോക്കാതെ തന്നെ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന കാര്യത്തിൽ മിടുക്ക് കാണിക്കുന്നു പലരും. ഇവിടെ ഭഗവാന്റെ ഉപദേശം കുറച്ച് വ്യത്യസ്തമാണ്. നമ്മളെല്ലാം നന്നല്ലാത്ത എന്തെങ്കിലും സ്വഭാവം കാണുമ്പോൾ അവരെയാണ് പിടിച്ച് ഉപദേശിക്കുന്നത്. എന്നാൽ ഈ ഭഗവത്ഗീതയുടെ ആ സന്ദർഭത്തിൽ കാണിച്ചിരിക്കുന്നത് എത്രയോ ദുഷ്കരമായ പ്രവൃത്തികൾ ചെയ്തു ജീവിക്കുന്ന കൗരവന്മാരുടെ ഒരു പട തന്നെ അവിടെ ഇരിക്കെ ഇത്രയും നല്ലവരായ പാണ്ഡവന്മാരിലെ ശ്രേഷ്ഠനായ അർജുനനെയാണ് ഭഗവാൻ ഉപദേശം നൽകാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. ഇത്രയും നല്ലൊരു മനുഷ്യനെ എന്തിനാണ് ഇദ്ദേഹത്തെ പിടിച്ച് ഉപദേശിക്കുന്നത്? ഈ ഉപദേശമൊക്കെ കൊടുക്കേണ്ടത് നന്നല്ലാത്തവർക്കല്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഭഗവാൻ ന്യായമാണ് ചെയ്തത്. ഭഗവാൻ അറിയാം ആരെ ഉപദേശിക്കണമെന്നുള്ളത്. ഭഗവാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, പാപത്തിന്റെ കുഴിയിൽ പെട്ടുകിടക്കുന്നവന്, പാപത്തിന്റെ ചളിയിൽ മുങ്ങിപ്പോയിരിക്കുന്നവന്, അതിന്റെ തിരിച്ചറിവ് പോലും നഷ്ടപ്പെട്ടവന് പിന്നെ ഉപദേശം കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് അവരുടെ കർമ്മഫലം കൊണ്ടുണ്ടാകുന്ന ശിക്ഷയാണ് കൊടുക്കാനിരിക്കുന്നത്. അത് സ്വമേധയാ ലഭിക്കുകയും ചെയ്യും. എന്നാൽ സത്കർമ്മികളായി ജീവിക്കുന്ന തന്റെ പ്രിയങ്കര ആയിട്ടുള്ള മക്കൾക്ക്, തന്റെ പ്രിയങ്കരന്മാരായ കുട്ടികൾക്ക്, ഭക്തന്മാർക്ക് ചില പരീക്ഷണ ഘട്ടങ്ങൾ വരുമ്പോൾ കൊടുക്കേണ്ടതാണ് ഉപദേശം. ഇത് ഭഗവാൻ അറിയാം. അർജുനൻ അങ്ങനെ ഉള്ള ഒരാളാണ്. തന്റെ ഏറ്റവും പ്രിയനാണ്, തനിക്ക് ഇഷ്ടപ്പെട്ട ആളാണ്, തന്റെ പരമഭക്തനും തന്റെ ശിഷ്യസ്ഥാനീയനും അങ്ങനെയൊക്കെയാണ്, കൂട്ടുകാരനും ഒക്കെ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉപദേശിക്കേണ്ടത് ആളെയാണ്. ഭക്തന്മാർക്ക് അഥവാ സാത്വികരായ വളരെ നല്ല നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് പരീക്ഷണങ്ങളും, മഹാപാപം മാത്രം ചെയ്ത് ജീവിക്കുന്നവർക്ക് ശിക്ഷകളും. ഇതാണ് ഈ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കണം. ശിക്ഷകൾ, പരീക്ഷണങ്ങൾ, ഇത് രണ്ടും വേറെ. ചിലപ്പോൾ നല്ല മനുഷ്യരുണ്ടല്ലോ, നല്ല ആളുകൾക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവര് ഭഗവാനെ എനിക്കെന്തിനാണ് ഇങ്ങനെ ശിക്ഷ തരുന്നത് എന്നൊക്കെ പറയലുണ്ട് ഭഗവാനോട്. അത് ഭഗവാൻ തരുന്ന ശിക്ഷയല്ല കേട്ടോ. ശിക്ഷ എന്ന് പറയുന്ന സാധനം വേറെയാണ്. ഇത് പരീക്ഷണമാണ്. പരീക്ഷ എന്തിനുള്ളതാണ്? നമ്മളുടെ ഗ്രേഡ് ഉയർത്താനുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഉള്ള നിലയിൽ നിന്നും കുറച്ചുകൂടി ഉയരാൻ വേണ്ടിയിട്ടാണ് പരീക്ഷകൾ ഉണ്ടാകുന്നത്. ശിക്ഷ അതിനു വേണ്ടിയിട്ടല്ല. ശിക്ഷ വേറൊരു വഴിയുമില്ലാത്തത് കൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ നല്ലവർക്ക് നൽകുന്നത് പരീക്ഷകളും ഉപദേശങ്ങളുമാണ്. അപ്പോൾ ഗീതയിൽ അർജുനനെ ഉപദേശിക്കാൻ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടും യോജിച്ചത് തന്നെയാണ്. ഇനി ഇവിടെ നമ്മൾ ഓരോരുത്തരും അർജുനന്മാരാകണം. അർജുനൻ എന്നാൽ വിദ്യ ആർജിക്കുവാനുള്ള യോഗ്യതയുള്ളവൻ ആരോ അവനാണ് അർജുനൻ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അർജുനനായി മാറിയിട്ട് വേണം ഭഗവാന് മുന്നിൽ ഈ ജ്ഞാനം സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കേണ്ടത്. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഭഗവത്ഗീതയുടെ പ്രാഥമിക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗീത എന്ന് പറയുന്ന ഈ മഹാശാസ്ത്രത്തെ
നമ്മൾ ഇന്നു മുതൽ അതിൽ നിന്ന് യോഗം പഠിക്കുകയാണ്. ഗീത ഒരു യുദ്ധശാസ്ത്രമല്ല. പൊതുവെ ഗീതയെക്കുറിച്ച് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഒരു യുദ്ധക്കളത്തിൽ മറ്റുള്ളവരെ കൊല്ലാൻ കൈവറച്ച ഒരാൾക്ക്, മറ്റുള്ളവരെ കൊല്ലുന്നത് ശരിയല്ല എന്ന് തോന്നിയ ഒരാൾക്ക് നീ കൊല്ലണം, കൊല്ലുന്നതാണ് ശരി, അതാണ് ന്യായം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ശാസ്ത്രമാണ് ഗീത എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ ഗീതയിലൂടെ ഭഗവാൻ ആരെയും കൊല്ലാൻ ഉപദേശിക്കുകയല്ല ചെയ്തത്. ഭഗവാൻ അങ്ങനെ ഉപദേശിക്കുമോ? ഇത് ചിന്തിച്ചു നോക്കൂ. ഭഗവാന് കൊല്ലാനുള്ള പ്രേരണയാണ് നൽകുന്നതെങ്കിൽ അതങ്ങോട്ട് സ്വയം ചെയ്താൽ പോരെ, ഒരാളെ കൊണ്ട് ചെയ്യിക്കണമോ? ഈശ്വരൻ കൊല്ലാൻ പഠിപ്പിച്ച ഒരു ശാസ്ത്രമല്ല ഗീത. ഹിംസയല്ല ഗീതയിലൂടെ പഠിപ്പിച്ചത്, അഹിംസ ആണ് പഠിപ്പിച്ചത്. അവിടെ ഈ വധം എന്ന ആ പ്രയോഗത്തിന്റെ അർത്ഥം തന്നെ നമ്മൾ മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ തന്നെ മനസ്സിനകത്ത് നടക്കുന്ന കൗരവ പാണ്ഡവ യുദ്ധത്തെ നമ്മളിവിടെ തുറന്നു കാണണം. ഈ ഒരു ഭാഗം എത്തുമ്പോൾ ഈ കൊല്ലാൻ ഉപദേശിക്കുക, അതിനെയൊക്കെ വധിക്കുക, ഉന്മൂലനം ചെയ്യുക, ഈ രീതിയിൽ ഭഗവാൻ നമുക്ക് ഉപദേശിക്കുമ്പോൾ ഇവിടെ കൗരവരും പാണ്ഡവരും എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഒന്നുകൂടി സൂക്ഷ്മതയിലേക്ക് ഇറങ്ങി ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും കൗരവത്വവും പാണ്ഡവത്വവും നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്നു. നമ്മുടെ ഒരു വശത്ത് പാണ്ഡവത്വം ഇരിക്കുകയാണ്, വളരെ കുറച്ച് ആണ് ഉള്ളുവെങ്കിലും ഒരു പാണ്ഡവത്വമുണ്ട്. മറുവശത്ത് ഒരു കൗരവ പട തന്നെ നമ്മളെ ഈ പാണ്ഡവത്വത്തെ തോൽപ്പിക്കുവാൻ, നന്മയെ തോൽപ്പിക്കുവാൻ മാത്രം ശക്തിയുള്ള തിന്മയുടെ മഹാസൈന്യം നമ്മുടെ തന്നെ ഉള്ളിൽ തയ്യാറെടുത്ത് നിൽക്കുക. ധർമ്മക്ഷേത്രമാകുന്ന നമ്മുടെ മനസ്സാകുന്ന യുദ്ധക്കളത്തിൽ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഈ മനസ്സിന്റെ യുദ്ധക്കളമാണ് നമ്മളിവിടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കേണ്ടത്. എന്റെ മനസ്സാകുന്ന യുദ്ധക്കളത്തിൽ ഇരു സൈന്യങ്ങളും യുദ്ധത്തിനായി തയ്യാറെടുത്തിരിക്കുകയാണ്. പാണ്ഡവരാകുന്ന വളരെ നന്മയുടെ ഭാഗവും ഈ കൗരവന്മാർ എന്ന തിന്മയുടെ ഭാഗവും, ഇത് രണ്ടും അണിനിരന്നിരിക്കുന്ന ഒരു അവസരത്തിൽ വളരെയധികം ആശങ്കാകുലനായിരിക്കുന്ന ഒരു ഹെൽപ്പ് വേണം. എനിക്കിത് എന്തു ചെയ്യണം എന്നറിയുന്നില്ല. ഈ തിന്മകൾ എൻ്റെ ഉള്ളിലെ നന്മയെ നശിപ്പിക്കുമോ, അതോ ഞാൻ അവരെ നേരിടണമോ, ഇതെന്ത് സംഭവിക്കും എന്നറിയാതെ ആശങ്കാകുലനായിരിക്കുന്ന ഒരു യോഗിയുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധകന്റെ മനസ്സിന് വേണ്ട ഊർജമാണ് ഈശ്വരൻ ഗീതോപദേശമായിട്ട് നൽകുന്നത്. അപ്പോൾ അവിടെ തിന്മയെ ജയിച്ച് നന്മയെ നിലനിർത്താനുള്ള ഒരു ഉപദേശമാണ് ഭഗവാൻ ഗീതയിലൂടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഗീത യുദ്ധശാസ്ത്രമല്ല. ഇത് ഉദ്ദേശിച്ചിരിക്കുന്ന യുദ്ധം സൂക്ഷ്മമായ യുദ്ധമാണ്. മനസ്സിനകത്തുള്ള മായയെ പുറത്തു ചേടിക്കാനുള്ള, പുറത്തേക്ക് ഓടിച്ചു വിടുവാനുള്ള ഒരു യുദ്ധത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗീത യോഗശാസ്ത്രമായതുകൊണ്ട് ഗീത മുഴുവൻ പഠിച്ചിട്ട് യോഗം പഠിച്ചില്ല എങ്കിൽ സമയനഷ്ടം എന്നേ പറയാൻ പറ്റുള്ളൂ. അത്ര നേരം വായിച്ചത് വ്യർത്ഥമാണ്, ഉപയോഗമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഗീത ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ഇത് പഠിക്കുന്ന ഒരു മനുഷ്യൻ യോഗിയാകണം, ആത്മാവ് പരമാത്മാവുമായി സംയോജിക്കണം, യോജിപ്പിക്കപ്പെടണം, അതിനുള്ള അറിവ് ഇതിൽ നിന്ന് ലഭിക്കണം. എന്നാൽ ഗീത മുഴുവൻ പഠിച്ചിട്ടും ഈ സംയോജനം സാധ്യമായില്ല എങ്കിൽ അത് പഠിക്കുന്നത് കൊണ്ട് എന്തുപയോഗം? ഇത് ചിന്തിക്കൂ. ഗീതാശ്ലോകം വായിച്ചതുകൊണ്ടോ അതെല്ലാം മനസ്സിലാക്കി ഹൃദിസ്ഥമാക്കി മനഃപ്പാടമാക്കി ഉരുവിട്ട് നടന്നതുകൊണ്ടോ പ്രയോജനമുണ്ടാകും എന്ന് ഗീതയിൽ പോലും പറയുന്നില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പറയുന്നില്ല. നീ എന്റെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കൂ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ശ്ലോകങ്ങളെ നീ ഉരുവിട്ടുകൊണ്ടിരിക്കൂ എന്നൊന്നും ഗീതയിൽ എവിടെയും പറയുന്നില്ല. അതിൽ പറയുന്നത് നീ സ്വയം ആത്മനിശ്ചയം ചെയ്ത് പരമാത്മാവായ എന്നെ സ്മരിച്ചുകൊണ്ട് കർമ്മക്ഷേത്രത്തിൽ ഇറങ്ങൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗീത ഉപദേശിക്കുന്ന ഭഗവാന്റെ ഭാവം എന്താണ്? കർമ്മധീരന്മാരാക്കി മാറ്റി ഈ തിന്മകൾക്ക് മേലെ, തന്റെ തന്നെ ഉള്ളിലെ തിന്മകൾക്ക് മേലെ വിജയം നേടാനുള്ള നന്മയുടെ മൂർത്തികളാക്കി മാറ്റി, തിന്മയെ കണ്ട് തളരാത്ത മനസ്സുള്ളവരാക്കി മാറ്റി, ഈ തിന്മയ്ക്കു നേരെ സദാ ജ്ഞാനത്തിന്റെ ബാണങ്ങൾ തൊടുത്തുവിട്ട് ജ്ഞാനം കൊണ്ട് അവയെ തോൽപ്പിക്കുന്ന ഒരു വ്യക്തിത്വത്തെ വാർത്തെടുക്കുക എന്നതാണ് ഗീതയിലൂടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മുടെ ഈ ഗീതാശ്രവണം ആരംഭിക്കുവാൻ. ഓരോ ദിവസങ്ങളിലൂടെ നമ്മൾ ആത്മജ്ഞാനവും പരമാത്മജ്ഞാനവും ഇങ്ങനെയുള്ള അനവധി രഹസ്യങ്ങൾ, കർമ്മ പുനർജന്മ നിയമങ്ങൾ, ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ പഠിക്കുകയാണ്. ഓരോ സമയത്തും താനാണ് അർജുനൻ, ഞാൻ തന്നെയാണ് അർജുനൻ, ഞാനാകുന്നു, ഈശ്വരൻ എനിക്ക് വേണ്ടി ഉപദേശിക്കുകയാണ്. ഈ ഒരു ബോധത്തോടുകൂടി ഗീതയെ ശ്രവിക്കാൻ ശ്രമിക്കുക. തീർച്ചയായും
നിങ്ങൾ ഭഗവാൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു യോഗ്യ അർജുനൻ ആയി മാറും എന്നതിൽ സംശയിക്കേണ്ട. ഓം ശാന്തി. ആത്മജ്ഞാനബോധം കൺകളിൽ നവരത്നശോഭതൻ മുഖപ്രസാദം പരമാനന്ദഭാവം നയനയുക്തം ദിവ്യപൂർണപ്രഭാമയ സത്കടാക്ഷം അഷ്ടാധിപത്യ പ്രസരണപ്രകാശം നിത്യചൈതന്യ നിരാകാരസ്വരൂപം